റിലീസ് ചെയ്ത് 12ാം നാളിൽ മലയാളത്തിൽ നിന്ന് 100 കോടി ക്ലബിൽ ഇടം നേടിയ ചരിത്രം കുറിച്ച മഞ്ഞുമ്മൽ ബോയ്സ് മലയാള സിനിമയുടെ സീൻ മാറ്റിമറിക്കുകയായിരുന്നു. മലയാളത്തിലെ ഏറ്റവും വേഗത്തിൽ 100 കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ചിത്രത്തിലെ പ്രധാന താരവും നിർമ്മാതാവും കൂടിയായ സൗബിൻ ഷാഹിർ ചിത്രം 100 കോടി ക്ലബിലെത്തിയ വിവരം സമൂഹ മാധ്യമം വഴി പങ്കുവെക്കുകയൊക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ശ്രീനാഥ് ഭാസി അവതരിപ്പിച്ച സുഭാഷിനെ പൊക്കിയെടുത്ത് ഓടുന്ന സുഹൃത്തുക്കളുടെ ചിത്രത്തിനൊപ്പമാണ് 100 കോടി നേട്ടത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചത്. ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രം കമലഹാസന്റെ ഗുണ സിനിമയിലൂടെ പ്രസിദ്ധമായ ഗുണ കേവിന്റെ പശ്ചാത്തലത്തിലാണ് ചിത്രത്തിന്റെ കഥ നടക്കുന്നത്. 2006 എറണാകുളം മഞ്ഞുമലിൽ നിന്ന് കൊടൈക്കനാലിലേക്ക് ടൂർ പോയ 11 സംഘത്തിനുണ്ടായ അനുഭവമാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കഥ. ബോക്സ് ഓഫീസിൽ 100 കോടി തികയ്ക്കുന്ന 4ാമത്തെ ചിത്രം അങ്ങനെ ആയി മഞ്ഞുമൽ ബോയ്സ് മാറുകയാണ്. അതിവേഗം 100 കോടി നേടിയെന്ന പെരുമയും ചിത്രത്തിന് സ്വന്തം. പുലിമുരുകൻ, ലൂസിഫർ, 2018 എന്നീ ചിത്രങ്ങളാണ് ഇതിനു മുമ്പ് 100 കോടി നേടിയ മലയാള ചിത്രങ്ങൾ. ഇന്ത്യയിൽ നിന്ന് മാത്രം 56 കോടിയാണ് മഞ്ഞുമൽ ബോയ്സ് സ്വന്തമാക്കിയത്. വിദേശത്ത് നിന്ന് 40 കോടിയും മുകളിൽ ലഭിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും മാത്രം ചിത്രം വാരിയത് 15 കോടി രൂപയാണ്. മലയാളത്തിൽ വമ്പൻ വിജയത്തിന് ശേഷം തമിഴ്നാട്ടിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ആദ്യ ദിനം തന്നെ തിയേറ്റർ ഹൗസ്ഫുൾ ഷോകളായിരുന്നു ഉണ്ടായിരുന്നത്. ആഗോളതലത്തിൽ 100 കോടിയിലധികം രൂപയാണ് ചിത്രം ഇതിനോടകം നേടിയെന്നാണ് അനലിസ്റ്റുകൾ അറിയിക്കുന്നത്. ഇപ്പോഴത്തെ തമിഴ്നാട്ടിൽ വൻ വിജയം നേടിയ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് മുൻനിർത്തി മലയാളികൾക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി എത്തിയിരിക്കുകയാണ് തമിഴ് മലയാളം എഴുത്തുകാരൻ തിരക്കഥാകൃത്തുമായ ജയമോഹൻ. മഞ്ഞുമൽ ബോയ്സ് തന്നെ അലോസരപ്പെടുത്തിയ സിനിമയാണെന്നും മറ്റ് പല മലയാള ചിത്രങ്ങളെ പോലെ ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്ന ചിത്രമാണ് ഇതെന്നുമാണ് ജയമോഹൻ കുറിച്ചത്. മദ്യപാനാസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ എടുക്കുന്ന സംവിധായകർക്കെതിരെ സർക്കാർ നടപടിയെടുക്കണമെന്നും തമിഴിൽ എഴുതിയ ബ്ലോഗിലൂടെയാണ് ജയമോഹൻ തന്റെ പരാമർശങ്ങൾ നടത്തുകയും ചെയ്തത്. ജയമോഹന്റെ ബ്ലോഗിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്: മഞ്ഞുമൽ ബോയ്സ് എന്നെ അലോസരപ്പെടുത്തിയ ഒരു സിനിമയാണ്. കാരണം അതൊരു കൽപ്പിത കഥയല്ല എന്നതുകൊണ്ട്. തെന്നിന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്ന മലയാളികളുടെ യഥാർത്ഥ മനോനില തന്നെയാണ് സിനിമയിലും ഉള്ളത്. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ മാത്രമല്ല, കാടുകളിലേക്കും അവർ എത്താറുണ്ട്. മദ്യപിക്കാനും ഓക്കാനിക്കാനും ഛർദ്ദിക്കാനും കടന്നു കയറാനും വീഴാനും ഒക്കെ മാത്രം വേണ്ടിയാണ് അത്. മറ്റൊന്നിലും അവർക്ക് താല്പര്യമില്ല. സാമാന്യ ബോധമോ സാമൂഹിക ബോധമോ അവർക്ക് തൊട്ടു തീണ്ടിയിട്ടില്ല. ഊട്ടിയിലും കൊടൈക്കനാലിലും കുറ്റാലത്തുമൊക്കെ മലയാളികളായ മദ്യപാനികൾ പൊതുനിരത്തിൽ മോശമായി പെരുമാറുന്നത് ഞാൻ 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളുടെ ഇരുവശങ്ങളിലും ഛർദിലായിരിക്കും. ഇവർക്ക് മലയാളമല്ലാതെ മറ്റൊരു ഭാഷയും അറിയില്ല. എല്ലാ ചോദ്യങ്ങൾക്കും മലയാളത്തിലാവും ഉത്തരം. എന്നാൽ മറ്റുള്ളവർ അവരുടെ ഭാഷ അറിഞ്ഞിരിക്കണമെന്നും പറയും. കേരളത്തിലെ വിവാഹങ്ങൾക്ക് പോവുക എന്നത് ഒരു പരീക്ഷണമാണ്. 2 തരം മലയാളികളാണ് ഉള്ളത്. ഒന്ന് വിദേശത്ത് ചോര വിയർപ്പാക്കുന്നവർ, 2 നാട്ടിൽ അവരെ വിറ്റ് ജീവിക്കുന്ന മദ്യപാനികൾ. തമിഴ്നാടും ഇപ്പോൾ കേരളത്തിന്റെ പാതയിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് തോന്നുന്നു. ലഹരി ആസക്തിയെ സാമാന്യവൽക്കരിക്കുന്നവരാണ് മലയാളികൾ. കേരളത്തിലെ ബീച്ചുകളിലേക്ക് 7 മണിക്ക് ശേഷം പോകരുതെന്ന് സ്ത്രീകളോട് മാത്രമല്ല സാധാരണ മനുഷ്യരോടും പോലീസ് പറയാറുണ്ട്. മലയാള സിനിമയിൽ സാധാരണക്കാർ മദ്യമില്ലാതെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരി കടിമകളായ ഒരു ചെറുകൂട്ടമാണ് എന്നതാണ് ഇതിന് കാരണം. കിളി പോയി, ഒഴിവു ദിവസത്തെ കിളി, വെടിവഴിപാട്, ജല്ലിക്കെട്ട് തുടങ്ങിയ ആസക്തികളെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ക്ഷേമം കാംക്ഷിക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഉണ്ട് എങ്കിലും ഇത്തരം സംവിധായകർക്കെതിരെ നടപടിയെടുക്കണം. അത്തരം സിനിമകൾ ആഘോഷിക്കുന്ന തമിഴ്നാട്ടുകാരെ ഞാൻ നിഷ്കൃഷ്ടരായാണ് കാണുന്നത്. സാധാരണക്കാരെ ആഘോഷിക്കുന്നു എന്ന തരത്തിൽ പൊറുകികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. അവരെ രക്തസാക്ഷികളായും സൗഹൃദത്തിന്റെ പതാകവാഹകരായും ചിത്രീകരിക്കുന്നു. ക്രിമിനൽ ഗ്യാങ്ങുകൾക്കുള്ളിൽ പരിത്യാഗത്തിന്റെ ഒരു തലമുണ്ട്. സിനിമയുടെ അവസാനം അതിലൊരാൾക്ക് അവാർഡ് ലഭിച്ചുവെന്ന് പറയുന്നുണ്ട്. അയാളെ ജയിലിൽ അടുകയാണ് വേണ്ടത്. മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം കണ്ണു നിറഞ്ഞ് സൗഹൃദത്തിന്റെ അങ്ങേയറ്റം കാട്ടിത്തന്ന യഥാർത്ഥ കഥയായിരുന്നു മഞ്ഞുമൽ ബോയ്സ്. ഈ മഞ്ഞുമൽ ബോയ്സിനെ അധിക്ഷേപിച്ച വാക്കുകൾ പറഞ്ഞ ജയമോഹനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രതികരണം ഉയർന്നു വരികയാണ്. അതേസമയം ജയമോഹന്റെ വാക്കുകൾ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പ്രതികരണങ്ങൾ എക്സ് അടക്കമുള്ള സമൂഹ മാധ്യമങ്ങളിലും എത്തുകയും ചെയ്യുന്നുണ്ട്.